ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് ഒരു ചെസ് ഗെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലോട്ട് പതിയെ കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് എന്താ അറിയില്ല. പണ്ട് കാലത്ത് കൊറോണയുടെ സമയത്ത് അങ്ങാണ്ട് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് ആനിമേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഐഡിയാസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒക്ടോബർ 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒക്ടോബർ 9-10 ആയിട്ടുണ്ട് ഇന്നൊക്കെ, അതായത് ഒരാഴ്ച. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ എന്തോരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറയാം. എന്തായാലും ചെസ് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നല്ല ടാസ്ക് എടുത്തിട്ടുണ്ട്. ചെസ് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, ചെസ് ബോർഡ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എത്തിയത് എങ്ങനെയാണെന്നുള്ള ജേണി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തു. ലാപ്ടോപ്പ് നമ്മുടെ അസ്യൂസ് വിവോബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്, i3 ചിപ്സെറ്റ് ഉള്ളത്. അതിന് 8 GB റാമും 500 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ലാപ്ടോപ്പാണ്. അത്യാവശ്യം നന്നായി ഹീറ്റായിരുന്നു ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത്. പ്രൊസസ്സറെല്ലാം നല്ലോണം ഓവർലോഡായി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് നല്ല ലാഗും ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു, പോയി കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു, എങ്ങനെയാണ് യൂണിറ്റി വർക്ക് ചെയ്യണമെന്നുള്ളതും യൂണിറ്റിയിൽ എങ്ങനെയാണ് ഓരോ ടൂൾസും ഹൈറാർക്കി കാര്യങ്ങൾ, പിന്നെ പ്രൊജക്റ്റ് അസറ്റുകൾ എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. സ്കെച്ച് കാര്യങ്ങൾ എങ്ങനെയാണ്, ആ വക കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, അത് ആദ്യത്തെ ഒരു 3 ദിവസത്തേക്ക് ഇരുന്ന് പഠിച്ചു. അങ്ങനെ യൂണിറ്റിനെ കുറിച്ച് ഒരു വിധം ബേസിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ യൂണിറ്റി അങ്ങ് പതിയെ എടുത്തു. യൂണിറ്റി ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, ചാറ്റ് GPT ഉണ്ടല്ലോ, നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് GPT ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയാസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെസ് പീസ്, നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരു ചെസ്സോ അങ്ങനത്തെ രീതിക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. നല്ല ആനിമേറ്റഡ് ആയിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കാനാണ്. വെറുതെ ചെസ് കളിക്കുന്ന ഒരു ഫീൽ, ശരിക്കും ചെസ് കളിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, ചെസ് എന്ന് പറയുന്ന ഒരു വാറല്ലേ, അപ്പോൾ ആ രീതിയിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം ഞാൻ ആ രീതിക്ക് ആനിമേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചാറ്റ് GPTനോട് അടിച്ചു കൊടുത്തു. അപ്പോൾ ചാറ്റ് GPT ഓരോ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പക്ഷേ സ്റ്റെപ്പ് പറയുന്നതിലെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ആദ്യം അപ്ലൈ ചെയ്തു. പക്ഷെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. ഒരു വിധം ആയിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ യൂണിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് യൂണിറ്റി അസറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അതായത് വെല്ലോനും ഉണ്ടാക്കിയ ഒരു അസറ്റ് കാര്യങ്ങളുണ്ടാവും, അങ്ങനെ എടുക്കുന്നവരുണ്ട് കേട്ടോ. എടുക്കുന്നവരെ ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വെച്ചു. ആദ്യം ഞാൻ അസറ്റ് സ്റ്റോറിൽ നിന്ന് എടുത്ത് നോക്കി. എന്നിട്ട് എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ തോന്നിയില്ല. എനിക്ക് 4-ാമത്തെ ദിവസമായിരുന്നത്. എനിക്കെന്തൊരു ഉറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. വേറൊരാളുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ. അപ്പം ഞാൻ പിന്നെ 5-ാമത്തെ ദിവസമായപ്പോൾ സ്വന്തമായിട്ട് മൊത്തത്തിൽ ഒന്നേന്ന് തുടങ്ങി. അപ്പോൾ ആദ്യം ഞാനൊരു ചെസ് ബോർഡ് തുടങ്ങി. ചെസ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഒരു ക്യൂബ് എഡിറ്റ് ചെയ്തു. പിന്നെ ഓരോ കട്ട മാറ്റി അറേഞ്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെസ് ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ഫീല്, വെറുതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ എന്നുള്ളൊരു ടൈൽസിൻ്റെ സെറ്റപ്പിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത്, ഒന്നുകൂടെ ആനിമേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ബ്രിക്കിൻ്റെ സ്റ്റൈലായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ ആ ബ്രിക്ക് സ്റ്റൈൽ എങ്ങനെ ആനിമേറ്റ് ചെയ്യുന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് പിക്സൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് അറിയണത്. അങ്ങനെ ഞാൻ പിക്സൽ ആർട്ടിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം മൊത്തം ഞാൻ പിക്സൽ ആർട്സിൻ്റെ വീഡിയോസ് ഇരുന്ന് കണ്ടു. പിക്സൽ എങ്ങനെയാണ്, പിക്സൽ ആർട്ട് എങ്ങനെയാണ്, അതായത് ഒരു 2D രീതിക്കാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, കാണുന്നുണ്ടാവും. അപ്പോൾ അതൊരു 2D രീതിക്കുള്ളതാണ് സംഭവം. അപ്പോൾ ഞാൻ പിക്സൽ ആർട്ട് ഇങ്ങനെ കട്ട പോലെ അടുക്കി വെച്ച രീതിക്ക് കണ്ടു. അപ്പം ഞാൻ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇഷ്ടിക അല്ലെങ്കിൽ ഒരു ബ്രിക്സിൻ്റെ സ്റ്റൈലിൽ നമ്മുടെ ചെസ് ബോർഡ് ഉണ്ടാക്കാം എന്നുള്ള തീരുമാനമായി. അപ്പോൾ 2 തരം വേണമല്ലോ, ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് കളറിലും ലൈറ്റ് കളറും ഉണ്ട് ചെസ്സിൻ്റെ ടൈലുകൾ. അപ്പോൾ അത് രണ്ടിനും വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് അതിന് നല്ല അടിപൊളി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആസ്പെറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആസെപ്പറൈറ്റോ അങ്ങനെ എന്താണ്ടാണ്. അപ്പോൾ അത് നമുക്ക് പറ്റിയെന്ന് വരില്ല, കാരണം അതിന് $19 എങ്ങാണ്ട് പേയ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ഉണ്ടോയെന്ന് നോക്കി. അപ്പോൾ അത് നോക്കിയപ്പോൾ ലിബ്രെ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടു, ലിബ്രെ സ്പ്രൈറ്റ്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ബ്രിക്സിൻ്റെ 2 തരം സ്റ്റൈലുകൾ, ഒന്ന് ലൈറ്റ് ഗ്രേ, അതായത് നമ്മൾ വൈറ്റ് ടൈലിന് വേണ്ടിയിട്ടുള്ളതും, രണ്ടാമത്തത് ഡാർക്ക് ഗ്രേ, ആ 2 സ്റ്റൈലിലും ഉണ്ടാക്കി, ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ടൈലിന് വേണ്ടിയിട്ടുള്ള രീതിക്ക്.
അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് രണ്ടും സേവ് ചെയ്തു. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 6ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും 5ാമത്തെ ദിവസമാണ് ഇത് ഉണ്ടാവുന്നത്. 6ാമത്തെ ദിവസം, അതായത് ഇന്നലെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയ ടെക്സ്ചർ ഉണ്ടല്ലോ, ബ്രിക്കിൻ്റെ ടെക്സ്ചർ, ഇത് രണ്ടും ഞാൻ യൂണിറ്റിയിൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽസിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തു. അത് അങ്ങ് കയറിയപ്പോൾ നല്ല ഭംഗിയായി. ഞാൻ ഉദ്ദേശിച്ച ഒരു ആസ്പെക്റ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, അതിനപ്പുറത്തേക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ആനിമേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ 1 വീക്കിൽ ഇത്രയാണ് എനിക്ക് പ്രോഗ്രസ് ഉണ്ടായത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ സെറ്റാക്കാം.